തട്ടിലെ കുട്ടിദോശ എവിടെ കിട്ടും? മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ഫുഡീസിനും സ്വാഗതം. നമ്മൾ ഇന്ന് ട്രാക്ക് ചെയ്തിരിക്കുന്നത് MG റോഡിലുള്ള പൈ ദോശ എന്ന് പറയുന്ന റെസ്റ്റോറൻ്റാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200-ൽ പരം ദോശയുടെ വെറൈറ്റീസ് ഇവിടെ ലഭ്യമാണ്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ മെട്രോ പില്ലർ നമ്പർ 665, അതായത് ഏതാണ്ട് മഹാരാജാസ് കോളേജിൻ്റെ ഭാഗത്തോട്ട്, മഹാരാജാസ് കോളേജിലോട്ട് പോകുന്ന ഭാഗത്തോട്ട് അല്പം ഉള്ളിലോട്ടാണ് ഇരിക്കുന്നത്. എന്നിരുന്നാലും എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് കൂടിയാണ്. സോ ഹോട്ടൽ ട്രാക്ക് ചെയ്ത സ്ഥിതിക്ക് ബാക്കി ഇനി അവിടുത്തെ ഫുഡും കാര്യങ്ങളും ഒക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും പോവുകയല്ലേ, വാ. ഈ റെസ്റ്റോറൻറ്റിനെ സംബന്ധിച്ച് ഇവിടുത്തെ വൈബിനേക്കാൾ ഉപരി ഇവിടുത്തെ സ്വാദ് തന്നെയാണ് ഇവിടുത്തെ കസ്റ്റമേഴ്സിനെ തളച്ചിടുന്നത്. ആദ്യമായി വരുന്നവർ ഇവിടുത്തെ സ്വാദ്, പല വെറൈറ്റീസ് ദോശയുടെ സ്വാദ് പരീക്ഷിച്ചറിയാൻ വരുന്നവരാണെങ്കിൽ വർഷങ്ങളായി വരുന്നവർ ആ സ്വാദിൽ തളയ്ക്കപ്പെട്ടിട്ട് വരുന്നവർ കൂടിയാണ്. പൈ ദോശ 36 വെറൈറ്റീസ് എന്നാണ് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൻ്റെ പേര്. ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം MG റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മെട്രോ പില്ലർ നമ്പർ 665ൻ്റെ അടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളിത് ആദ്യമായി സ്റ്റാർട്ട് ചെയ്തത് 1987 സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഞങ്ങൾക്ക് കടയൊന്നും ഉണ്ടായിരുന്നില്ല, വെറും റോഡരിയിലാണ് ഞങ്ങളന്ന് ആദ്യമായിട്ട് ചെറിയ രീതിയിൽ തട്ടുകട അന്ന് തുടങ്ങിയത്. പിന്നീട് അത് 36 ദോശയിലേക്ക് വിപുലീകരിച്ചു. അത് ട്രേഡ് മാർക്കായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, 36 തരം ദോശ. പിന്നെ ഇപ്പോൾ അത് വികസിച്ച് 260-ൽ പരം ദോശകളായിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ദോശാസ് എന്ന് പറയുന്നത് സോൾട്ട് ആൻഡ് പെപ്പർ, അമ്പി ദോശ, ഭരതനസൈ, സംഭവം, ഡുണ്ടു ദോശ, പിന്നെ കാഞ്ചീപുരം മസാല, കാഞ്ചീപുരം എഗ് മസാല, അങ്ങനെ പലതരത്തിലുള്ള വെറൈറ്റീസ് ഇവിടെ ധാരാളമായിട്ട് ഇന്നും പോകുന്ന ദോശകളാണ്. ഇതെൻ്റെ അമ്മാവന്മാരായിട്ട് തുടങ്ങിയതാണ്. 4 അമ്മാവന്മാർ കൂടിയിട്ട് തുടങ്ങിയ സ്ഥാപനമാണിത്. അതിൽ 3 പേര് ഇപ്പോൾ ഇല്ല, ഒരു അമ്മാവൻ മാത്രമേ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളൂ. അവരും അവരുടെ മക്കളും കൂടിയാണ് ഈ സ്ഥാപനം ഇപ്പോൾ നടത്തുന്നത്. ഞങ്ങൾക്കിപ്പോൾ കേരളത്തിൽ തന്നെ 3 സ്ഥാപനങ്ങളുണ്ട്. അതായത് ആദ്യമായിട്ട് തുടങ്ങിയത് MG റോഡിൽ എറണാകുളം, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എടപ്പള്ളി, അത് NH ബൈപ്പാസ്, അത് നമ്മുടെ ഇതിൽ അമൃത ഓവർബ്രിഡ്ജിൻ്റെ അടുത്തായിട്ടാണ് അത് തുടങ്ങിയിരിക്കുന്നത്. പിന്നെ എളംകുളത്താണ് 3ാമത്തെ തുടങ്ങിയിരിക്കുന്നത്. ലിറ്റിൽ ഫ്ലവർ ചർച്ചിൻ്റെ അടുത്തായിട്ട് 3ാമത്തെ. അങ്ങനെ 3 സ്ഥാപനങ്ങളുണ്ട്. ഞങ്ങൾ 2000 കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ദുബായിലുണ്ടായിരുന്നു, കരാമ സെൻറ്ററിൽ 2-3 വർഷം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ ദോശയ്ക്കെല്ലാം പേരിടാൻ ഒരു അമ്മാവനുണ്ടായിരുന്നു, അതാണ് പുരുഷോത്തമ പൈ. അങ്ങേരാണ് ഓരോ ദോശയ്ക്കും ഓരോ പേരിട്ടിരുന്നത്. ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത് ഒരു ജോയിൻറ്റ് ഫാമിലിയാണ്. അവിടെ ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒരു ദോശയ്ക്ക്, പുതിയ ദോശയ്ക്ക് തുടക്കം കുറിക്കും ആ അമ്മാവൻ. അങ്ങനെയാണ് ഈ ദോശ ഇത്രയധികം ആയത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും 260 പേരുണ്ടോയെന്ന്. അങ്ങനെയല്ല, ആദ്യമൊക്കെ കുറച്ച് പേരിലേ ഉണ്ടായിരുന്നുള്ളൂ. 10-30 പേരുള്ള ഫാമിലീസ് ആയിരുന്നു ഞങ്ങൾ, ആളുകളുള്ള മെമ്പേഴ്സുള്ള ആൾക്കാരായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഓരോ കുട്ടി ജനിക്കുമ്പോഴും ഓരോ പേരിട്ടാണ് ദോശ ഇങ്ങനെയൊക്കെ ആയത്. പുരുഷോത്തമപ്പ എന്ന് പറയുന്ന അങ്കിളാണ് ഇതിന് നേതൃത്വം വെച്ചിട്ട് ഓരോ പേരിൽ ദോശയൊക്കെ ഇറക്കിയിരുന്നത്. അങ്ങനെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. ആദ്യമായിട്ട് ഞങ്ങൾ തുടങ്ങിയപ്പോൾ 36 തരമായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അത് ഞങ്ങളുടെ ട്രേഡ് മാർക്കായി വെച്ചിരിക്കുകയാണ്. 260 പേര് തരത്തിലുള്ള ദോശകൾ ഉണ്ടെങ്കിലും 36 തരത്തിലുള്ള ദോശകൾ എന്നാണ് ഞങ്ങൾ ഇപ്പോഴും അറിയപ്പെടുന്നത്. അന്ന് തുടങ്ങിയ കാലം തൊട്ട് ഇന്ന് വരെ ഡെയിലി വരുന്ന കസ്റ്റമർ ഞങ്ങൾക്കുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ ദോശകൾ ഇഷ്ടപ്പെട്ട എന്നും വരുന്ന ആൾക്കാരും ഞങ്ങൾക്കുണ്ട്. കോവിഡ് സമയങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അന്ന് കടകളൊന്നും തുറക്കാൻ പാടില്ലായിരുന്നു. അന്ന് പാർസൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഞെരുക്കമായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ പോകുന്നത് സംഭവം, SI ഭരതൻ, 5 in 1, അമ്പി, സോൾട്ട് ആൻഡ് പെപ്പർ, ഇതൊക്കെയാണ് ഏറ്റവും ഫേമസ് ആയിട്ട് പോകുന്നത്. വെജിറ്റബിളിനകത്ത് ഏറ്റവും നല്ല ദോശ കാഞ്ചീപുരം ദോശ. അതിനകത്ത് ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ഓണിയൻ, ടൊമാറ്റോയുടെ ദോശയാണ്. പിന്നെ എഗ്ഗിനകത്താണെങ്കിൽ കാടമുട്ടയുടെ സോൾട്ട് ആൻഡ് പെപ്പറും ദോശയുണ്ട്. അമ്പി എന്ന് പറഞ്ഞ ദോശയുണ്ട്. പിന്നെ 5 in 1, 4 in 1, SI ഭരതൻ, പിന്നെ ഹുമ്മാൻ എഗ്, പിന്നെ ഓണിയൻ ടൊമാറ്റോ പൊടി മസാല വെജിനകത്ത്, ലസ്സൺ ഓണിയൻ ടൊമാറ്റോ. ഭരതൻ SI എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ഹെവി ദോശയാണത്. അതിനകത്ത് വെജിറ്റബിൾസും ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ കാടമുട്ടയും എല്ലാം കൂടി അടങ്ങിയ ഒരു ദോശയാണ്. അതൊരു കസ്റ്റമറിൻ്റെ ഇതിനകത്ത് ഇട്ടാണ്, പുള്ളി പറഞ്ഞിട്ട് സജസ്റ്റ് ചെയ്തിട്ട് ആ പേര് ഇട്ടേക്കുന്നത്. അതേപോലെ അമ്പിദോശം ദോശ, അത് ഒരു ഫ്രണ്ടിൻ്റെ പേരാണ് അമ്പി എന്ന് പറഞ്ഞത്, അംബരീഷ്. അവൻ്റെ പേരിൽ അങ്ങനെ ഇട്ടാണത്.
അമ്പി ദോശക്കകത്ത് ഓണിയൻ, ടൊമാറ്റോ, സ്പൈസ്, മുളക്, ഇഞ്ചി, മല്ലി, ചമ്മന്തിപ്പൊടി, കാട പുൾസായി. പിന്നെ സോൾട്ട് ആൻഡ് പെപ്പർ, അതിനകത്ത് തേങ്ങ ചമ്മന്തിപ്പൊടി, ഓണിയൻ, മസാല, കാട പുൾസായിട്ട് വരും. പിന്നെ 5 in 1 ഉണ്ട്, ഗാർലിക്, എഗ്, ഓണിയൻ, ടൊമാറ്റോ, മസാല. പിന്നെ 4 in 1 എഗ്, ഓണിയൻ, ടൊമാറ്റോ, മസാല. ഞാനൊരു ആഴ്ചയിൽ എങ്ങനെയായാലും ഒരു ദിവസമെങ്കിലും ഇവിടെ വന്നിരിക്കും. ഇവിടുത്തെ എൻ്റെ പ്രധാനപ്പെട്ട ഇത് കാഞ്ചീപുരം മസാല ദോശയാണ്. നല്ല ടേസ്റ്റാണ്. അത് അറിഞ്ഞ് കുറേ വർഷങ്ങളായി ഞാനിവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കസ്റ്റമറാണ്. എൻ്റെ പേര് സിഗ്ന. 12 വർഷമായിട്ട് ഞാൻ ഇവിടെ സ്ഥിരം വരുന്ന ആളാണ്. കാരണം രാത്രി 1 മണിയായാലും ഒരു സെക്കൻഡ് ഷോ ഒക്കെ കഴിഞ്ഞാൽ ഇവിടെ എത്തിയ ഭക്ഷണം കിട്ടുന്ന ഒരു കടയാണ്. എൻ്റെ ഫേവറേറ്റ് കാഞ്ചീപുരം മസാലയാണ്. ഇവിടെ നല്ല ഫുഡാണ്. ഇവിടെ സ്ഥിരമായിട്ട് കഴിക്കുന്ന മുട്ട ദോശ, അങ്ങനെ കുറേ പല വെറൈറ്റി ഫുഡ് ഉണ്ടാവും. നല്ല ടേസ്റ്റും നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീനുമാണ്. എന്ത് കഴിച്ചാലും നമുക്ക് മനസ്സിനൊരു തൃപ്തിയുണ്ട്. നമ്മുടെ വെജിറ്റേറിയൻ ഫുഡ് കൊച്ചിയിൽ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ദോശയുടെ സ്പെഷ്യാലിറ്റി ആയ 36 വെറൈറ്റീസ് ഓഫ് ദോശ കിട്ടുന്ന 5 ബ്രദേഴ്സിൽ വരുന്ന ദോശ കഴിക്കാം. അപ്പോൾ നമ്മളിത് വർഷങ്ങളായിട്ട് ഇവിടെ വന്നിട്ട് ഈ ദോശയും ഈ സാമ്പാറും ഈ ചട്നിയും ഈ അച്ചാറും മുറിക്കുന്നത് ഇങ്ങനെ എടുത്തിട്ട് ആ ഒരു ടേസ്റ്റ് വേറെ ഒന്നുമില്ല. ഈ സാധനം എടുത്തിട്ട് ഇങ്ങനെ. എൻ്റെ പേര് അനു. ഞാനിവിടെ പൈദോശയിൽ 10 വർഷത്തോളമായിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. ദോശ വെറൈറ്റി ദോശയുള്ളത്. ഞാൻ പക്ഷേ മിക്കവാറും സോൾട്ട് ആൻഡ് പെപ്പറാണ് കഴിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ പല വെറൈറ്റീസ്, ഏതാണ്ട് 200ഓളം വെറൈറ്റീസ് ദോശയെ പറ്റിയിട്ട് നമ്മളിങ്ങനെ അറിഞ്ഞു. അതുകൊണ്ട് ഞാനും ഒരു 3 ദോശ ഓർഡർ ചെയ്തു. 5 in 1 സ്പെഷ്യൽ 5 in 1 അമ്പി ദോശ. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് കാഞ്ചീപുരം കാട എഗ് റോസ്റ്റ്. അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തു. എന്തായാലും ബാക്കി ഇതിൻ്റെ രുചിയും കാര്യങ്ങളൊക്കെ രുചിച്ചറിഞ്ഞ ശേഷം തന്നെ പറയാം. എന്തായാലും സാധനം നൈസായിട്ടുണ്ട്. സോ അങ്ങനെ നമ്മൾ ഈ ഹോട്ടൽ ട്രാക്ക് ചെയ്തു, ഇവിടുത്തെ ദോശ ട്രാക്ക് ചെയ്തു, അതിൻ്റെ സ്വാദ് നമ്മൾ അറിഞ്ഞു. നിങ്ങളും ഇവിടെ വന്ന് തന്നെ ഇതിൻ്റെ സ്വാദ് അറിയണം. സോ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു റെസ്റ്റോറൻറ്റ് ട്രാക്ക് ചെയ്യും വരേക്കും സ്റ്റേ സേഫ്. ബൈ.